ഈ കാഴ്ചകൾ കാണൂ. ഇനി 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് വല്ലാത്ത വൈബ്. കാരണം വടകരയിലേക്ക് നോക്കൂ, നൃത്ത ചുവടുകൾ വെച്ചേക്ക് പ്രായഭേദമല്ലേ. നോക്കൂ പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന്, ശക്തമായ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിൽ നിന്നും ദൃശ്യങ്ങൾ അങ്ങനെ ഓരോ മേഖലയിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാ മലപ്പുറത്ത് ആവേശം. ഇതാ പലതരത്തിലുള്ള കലാരൂപങ്ങളാണ്. പാലക്കാട്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, പേരൂർക്കടയിൽ ഇതാ പന്ന്യൻ രവീന്ദ്രൻ എത്തിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങളിൽ പന്ന്യൻ കിരീടം ധരിച്ചു നിൽക്കുന്ന പന്ന്യൻ രവീന്ദ്രൻ വാനത്തേക്ക് കൊടികൾ ഉയർത്തി ആവേശത്തിന്റെ തിരമാലകൾ തീർത്തുകൊണ്ട് കേരളത്തിലെ 3 പാർട്ടികളും 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് ഞങ്ങളാണ് മുന്നിൽ, എന്റെ പാർട്ടിയാണ്, എന്റെ കൊടിയാണ് കൂടുതൽ ഉയരത്തിൽ പറക്കേണ്ടതെന്ന് പ്രഖ്യാപിക്കുന്നു. അത് ഓരോരുത്തരെയും പിടിച്ചെടുക്കാനുള്ള ആ വലിയ പ്രചാരണത്തിന്റെ അവസാന മിനിറ്റുകളിലൂടെ കേരളത്തിന്റെ കവലകൾ അങ്ങനെ പൂരം റിപ്പോർട്ട് ചെയ്തപോലെ കേമതും അങ്ങനെ ആവേശത്തിലേക്ക് മുഴുകുകയാണ്. എന്തായാലും അങ്ങനെ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നമുക്ക് ഈ സ്റ്റുഡിയോയിലായതുകൊണ്ടാണ്. നമുക്ക് കൂടി അവിടേക്ക് ഇറങ്ങുന്ന തോതിലേക്ക് വൈബ് മാറുകയാണ്. അങ്ങനെ ആറ്റിങ്ങലും തിരുവനന്തപുരം, പത്തനംതിട്ടയും, പാലക്കാട്, മലപ്പുറം ഇങ്ങനെ ദൃശ്യങ്ങൾ ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. സ്ഥാനാർത്ഥിമാരെത്തിക്കഴിഞ്ഞിരിക്കുന്നു. പന്ന്യൻ രവീന്ദ്രൻ ഇതാ ഒരു വലിയ ജനസാഗരത്തിന് മുന്നിൽ പേരൂർക്കടയിൽ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ MLA പ്രശാന്ത് ഉണ്ട്, M വിജയകുമാർ CPM നേതാവുണ്ട്. മലപ്പുറത്ത് നേരത്തെ BJP-ക്കാരായിരുന്നു, അതിനുശേഷം ഇടതുപക്ഷ പ്രവർത്തകരെത്തി, ഇപ്പോൾ കോൺഗ്രസുകാരും എത്തിയിട്ടുണ്ട്. വർണ്ണ ബലൂണുകളുമായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകരും മലപ്പുറത്ത് കളം പിടിക്കുകയാണ്. പക്ഷെ അത് തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അഭിലാഷ് ഈ നേരത്ത് തോമസ് ഐസക്കും വീണ ജോർജും തോമസ് ഐസക് വലിയ പ്രതീക്ഷ ഇത്തവണ അവിടെ വച്ചു പുലർത്തുന്നുണ്ട്. പുതിയ പദ്ധതികൾ പത്തനംതിട്ടയ്ക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ ഘട്ടത്തിൽ ഈ കവലകളിൽ നിന്ന് തന്നെയാണ് ആവേശങ്ങൾ ഇരമ്പി മറിയേണ്ടത്. അത് നൽകുന്ന ഊർജം മറ്റൊന്നാണ്. ഇത് മേടച്ചൂടൊന്നും വകവയ്ക്കുന്നതേ അല്ല. അതിനേക്കാൾ നെഞ്ചോട് ചേർക്കുന്ന സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ, ആ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആവേശം പരകോടിയിലേക്ക് എത്തുകയാണ് കവലകളിൽ, 20 മണ്ഡലങ്ങളിലെയും പ്രധാനപ്പെട്ട കവലകളിൽ. ഇതാണ് ഉഷ്ണതരംഗം. എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഉള്ളിൽ, ഓരോ പ്രവർത്തകന്റെയും ഉള്ളിൽ ഉള്ളം ഉഷ്ണം കൊണ്ട് തിളച്ചു മറിയുന്ന ശ്രീകണ്ഠൻ പാലക്കാട് UDF സ്ഥാനാർത്ഥി പ്രവർത്തകരുടെ ഇടയിലേക്ക്. അവിടെ ഇതാ ആഹ്ലാദ പ്രകടനങ്ങൾ, ആഘോഷ പ്രകടനങ്ങൾ, കാവടിയാട്ടങ്ങളുണ്ട്, മാനത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്ന കൊടികളുണ്ട്. മൂന്നാമത്തെ വിൻഡോ തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. തൃശ്ശൂരിന്റെ സാംസ്കാരിക തനിമകളൊക്കെ വിളിച്ചോതുന്ന ദൃശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമത്തെ വിൻഡോയിൽ കാണുന്നത് തൃശ്ശൂർ മണ്ഡലത്തിലെ ദൃശ്യങ്ങൾ. ആവേശം കൂർക്കഞ്ചേരി പൂയത്തിന്റെ തൈപ്പൂയത്തിന്റെ കാവടിയാട്ടത്തിനാണ് തൃശ്ശൂരിൽ സാക്ഷ്യം വഹിക്കുന്നത്. വീണ്ടും ശ്രീകണ്ഠനെ തോളിലേറ്റി പ്രവർത്തകർ പാലക്കാട് കൊട്ടിക്കയറുകയാണ്. കൊട്ടിക്കലാശം, ആവേശത്തിരകൾ ഉണ്ടാവുന്നു, നമ്മൾ അത് കാണുന്നു. കടന്നുപോയ 40ഓളം ദിവസങ്ങൾ അവർ അടക്കി പിടിച്ച ആ വൈകാരിക നിമിഷങ്ങൾ, അത് അവരുടെ സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള നെഞ്ചോട് ചേർത്തുള്ള അത് ആവേശത്തിന്റെ പൂരാവേശമായി, പൂരലഹരി പോലെ അതാത് ഇടങ്ങളിലേക്ക്, ആ ഭൂമികയിലേക്ക് അവർ വെളിവാകുകയാണ്. അവിടെ പ്രായഭേദമില്ല. രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ വർണ്ണ നിറമുള്ള കൊടികളൊക്കെയായി അവർ രാഷ്ട്രീയ പാർട്ടികൾ ഒത്തുചേരുന്നു. അതാണ് വൈവിധ്യത്തിന്റെ, അതാണ് ഈ രാഷ്ട്രീയത്തിന്റെ, കേരളത്തിന്റെ പ്രത്യേകത. ഇതിപ്പോൾ ഓരോ സ്ഥലത്തും 3 മുന്നണികളുടെയും പ്രവർത്തകർ ആവേശത്തോടെ വരുന്നുണ്ട്. അവർ നൃത്തം ചെയ്യുന്നുണ്ട്, കൈകൊട്ടുന്നു, പാട്ട് പാടുന്നു, വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷേ ജൂൺ 4-ാം തീയതി നൃത്തം ചെയ്യുന്നത് ഒരു കൂട്ടർ മാത്രമേ ഉണ്ടാവൂ. അതാണ് ജനാധിപത്യത്തിന്റെ മഹിമ. ജൂൺ 4-ന് അത് പക്ഷേ തെരുവിൽ എഴുതി തുടങ്ങി, റോട്ടിലെ കറുത്ത നിരത്തിൽ കുമ്മായ ട്വീറ്റ് എഴുതി തുടങ്ങി, പോസ്റ്റർ ഒട്ടിച്ച് ചുവരെഴുതി, അങ്ങനെ പതുക്കെ പ്രകടനത്തിന് പോയി, കവലപ്രസംഗം നടത്തി, കുടുംബയോഗങ്ങൾ നടത്തി, വലിയ റാലികളിലേക്ക് മുഴുവൻ ആളുകളെയും കൊണ്ടുപോയി. അതിന്റെ എല്ലാം അവസാന നിമിഷങ്ങളാണ് ഈ കാണുന്നത്. ഈ ആവേശമാണ് ഇനി മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്കും എത്തേണ്ടത്. ഇപ്പോൾ കാണുന്ന ഈ ഒരു ആവേശ പ്രകടനം സ്വാഭാവികമായും വോട്ടർമാരെയും സ്വാധീനിക്കുന്നുണ്ടാവും, സ്വാധീനിക്കണം. തീർച്ചയായും അതാണ് കേരളത്തിന്റെ വൈവിധ്യം. കേരളത്തിന്റെ അങ്ങ് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ മധ്യ കേരളത്തിലേക്ക് പല വൈവിധ്യത്തിലുള്ള നിറഭേദങ്ങളൊപ്പം
ഏറ്റവും കൂടുതൽ, കാരണം 100-ലേറെ വിഷയങ്ങളായിരിക്കാം ചർച്ച ചെയ്യപ്പെടുന്നത് ഈ 20 മണ്ഡലങ്ങളിൽ. ഓരോ മണ്ഡലങ്ങളിലും സ്ഥായി വ്യത്യസ്തമായ വിഷയങ്ങളാണ്. അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോറിയിട്ടത്. അതിന്റെയൊക്കെ തന്നെ പൂർത്തീകരണം, സമാപനം. ഈ നേരത്തെ നമ്മൾ കണ്ട ട്രെയിൻ ആറ്റിങ്ങലിലാണ്. അതെ, ആറ്റിങ്ങലിൽ ഒരു ക്രെയിനാണ്. സ്ഥാനാർത്ഥി അവിടേക്ക് എത്തിയോ? സ്ഥാനാർത്ഥി ആ ക്രെയിനിലെടുത്ത് ഉയർത്താനുള്ള ശ്രമമാണ്. അതെ 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 അതെ, അത് BJPക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന്. BJP നേതാക്കളുടെ ചിത്രങ്ങളാണ്. കൊല്ലത്ത് നിന്നും എന്റെ മണ്ഡലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കൊല്ലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മുടെ രണ്ടുപേരുടെ മണ്ഡലം. അതെ അതെ, മഹാബലിയൊക്കെ ഉണ്ട്. അതെ അതെ, വ്യത്യസ്തമായ വൈവിധ്യമായ ദൃശ്യങ്ങളോടും പേരുമൊക്കെ ആയിട്ടാണ് കെട്ടുകാഴ്ചകൾ പോലെ അണിനിരക്കിയാണ് കൊല്ലത്തും. അങ്ങനെ പാലക്കാട് നേരത്തെ തന്നെ തുടങ്ങിയ ആ നൃത്തം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേർ ശ്രീകണ്ഠനെ ചുറ്റും നിന്നാണ് നൃത്തച്ചുവടുകൾ വയ്ക്കുന്നത്. അതിൽ പ്രായഭേദമന്യേ ഉള്ള ആവേശം നോക്കൂ. ഇതെല്ലാവർക്കും ആവേശത്തിന്റെ ദിനമാണ്. തങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അവർക്ക് അവരുടെ എല്ലാ ഊർജവും ചെലവഴിക്കേണ്ട ദിവസം. ഇപ്പോൾ കാണുന്നത് പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ CPM സ്ഥാനാർത്ഥി തോമസ് ഐസക്കും അതുപോലെ തന്നെ സംസ്ഥാന ആരോഗ്യമന്ത്രി, കഴിഞ്ഞ തവണത്തെ പത്തനംതിട്ടയിലെ CPM സ്ഥാനാർത്ഥി വീണ ജോർജ് കൂടെയുണ്ട്. വലിയ ആവേശം പത്തനംതിട്ടയിൽ.